ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കഷ്ടതകളും ദുരിതങ്ങളും എത്ര ബുദ്ധിമുട്ടേറിയതാണേലും നീ ആരോട് വിളിച്ചപേക്ഷിക്കണമെന്ന് തിരുവചനത്തിലൂടെ നമ്മൾക്ക് ദൈവം വളരെ വ്യക്തമാക്കി തരുന്നു. എത്ര വലിയ പ്രശ്നങ്ങളാണേലും നിങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലെന്ന് കരുതുന്ന സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങൾ വിളിച്ചപേക്ഷിച്ചാൽ നിങ്ങളെ കൈപിടിച്ച് സഹായിക്കാൻ, ആ പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോനായുടെ പ്രവാചകനിലുള്ള പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനം. യോന പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും 2-ാം അധ്യായം 2-ാം തിരുവചനം. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്നു ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. 3 ദിവസം മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന യോന തന്നെ ആരും രക്ഷിക്കാനോ കാണുവാനോ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ഏക സത്യദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ, അവനെ നോക്കി നിലവിളിച്ചപ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വളരെ വ്യക്തമായിട്ട് യോന പ്രവാചകൻ പറയുകയാണ്, എൻ്റെ കഷ്ടതയിൽ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അതാണ് പിതാവായ ദൈവം, സ്നേഹനിധിയായ അപ്പൻ ഏതൊരു മകനും മകളും അവൻ്റെ ദുഃഖങ്ങളിലും കഷ്ടതകളിലും വിളിച്ചപേക്ഷിക്കുമ്പോൾ വിളി കേൾക്കുന്ന ദൈവമാണ്, അവനെ സഹായിക്കുന്ന ദൈവമാണ്. പാതാളത്തിൻ്റെ അടിയിൽ കിടന്ന് നിലവിളിച്ചാൽ പോലും, സമുദ്രത്തിൻ്റെ അഗാധ ഗർത്തത്തിൽ കിടന്നാൽ പോലും തൻ്റെ കരം നീട്ടി ദൈവം നമ്മളെ രക്ഷിക്കുമെന്ന് യോന പ്രവാചകൻ പറയുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പ്രശ്നം എത്ര കെട്ടുപിടിച്ചതാണേലും, നമ്മുടെ പ്രശ്നം ഈ ലോകത്തിലുള്ള ആർക്കും പരിഹരിക്കാൻ പറ്റാത്തതാണെങ്കിലും, നിങ്ങളുടെ പിതാവായ ദൈവത്തോട് നിങ്ങൾ നിലവിളിച്ചാൽ, ആ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ സഹായിക്കും. ഈ ലോകത്തിലുള്ള ആരും നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഉറപ്പായിട്ടും സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കും. നമുക്ക് ആ വിശ്വാസം മാത്രം മതി. തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിനക്ക് കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ ഏത് പ്രശ്നത്തെ നോക്കി നീ പ്രവചിച്ചാലും ആ പ്രശ്നം നിന്റെ മുന്നിൽ നിന്നും മാറുമെന്ന്. നമ്മുടെ ജീവിതം ഇന്നു മുതൽ അങ്ങനെയാകട്ടെ. നമ്മുടെ മുന്നിലുള്ള ഏത് പ്രതിസന്ധികളെയും കർത്താവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുവാൻ നമുക്ക് പ്രവചിക്കാം. നിങ്ങളുടെ നിലവിളി കർത്താവ് കേൾക്കും, കൈപിടിച്ച് നിങ്ങളെ ഉയർത്തും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും സർവശക്തനായ ദൈവം ഇന്ന് ശക്തമായിട്ട് ഇടപെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.